മോർച്ചയുടെ പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗികാരോപണ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടൊരു വ്യത്യസ്തമായ പ്രതിഷേധം യുവമോർച്ച ഇപ്പോൾ തിരുവനന്തപുരത്ത് നടത്തുന്നു. ദൃശ്യങ്ങൾ കാണുന്ന പോലെ കാളയ്ക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ്. നേരത്തെ പൂവൻകോഴിയൊക്കെ ഉപയോഗിച്ച് സമാനമായ പ്രതിഷേധത്തിന് യുവമോർച്ച പാലക്കാട് അടക്കം നടത്തിയിരുന്നു. മറ്റൊരു പ്രതിഷേധം ഇതിൽ വി ഡി സതീശനും ഷാഫി പറമ്പിലിനെതിരെയും കൂടി പ്രതിഷേധമുണ്ട്. അലക്സ് മുഹമ്മദ്, അലക്സ്, ഒരു വ്യത്യസ്ത പ്രതിഷേധം. എവിടെയാണ് ഈ പ്രതിഷേധം? എന്തൊക്കെയാണ് പ്രതിഷേധത്തിന്റെ ആവശ്യം? സുഹൈല, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഔദ്യോഗിക വസതിയിലേക്കാണ് യുവമോർച്ച പ്രവർത്തകരുടെ മാർച്ച്. സ്ത്രീ പീഡന വീരൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാജിവെക്കുക, സ്ഥാനം രാജിവെക്കുക എന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇതിൽ അവർ ഒരു പ്രതിഷേധത്തിലൊരു വ്യത്യസ്തത പുലർത്തുന്നു എന്നുള്ളതാണ്. അതൊരു ഘടാഘടിയൻ വിത്തുകാള, ആ വിത്തുകാളയുടെ പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുഖം പതിച്ചാണ്. ഒപ്പം രണ്ട് പേർ, ഒന്ന് വി ഡി സതീശന്റെ ഒപ്പം ഷാഫി പറമ്പിലിനെയും കൂടി മുഖം മൂടി അണിഞ്ഞ രണ്ട് പ്രവർത്തകർ കൂടിയുണ്ട്. ഈ വിത്തുകാളയുടെ മുഖത്താകട്ടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുഖം മൂടിയാണ് അണിഞ്ഞിരിക്കുന്നത്. അവരുടെ ഫ്ലെക്സ് ബാനറിൽ തന്നെ വി ഡി സതീശന്റെ വിത്തുകാള എന്നാണ് എഴുതിയുള്ള പ്രതിഷേധമാണ്. ഒരു വ്യത്യസ്തമായ പ്രതിഷേധം യുവമോർച്ചയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഈ കോഴിയൊക്കെ ഉയർത്തിക്കൊണ്ടുള്ള പ്രതിഷേധം പാലക്കാട് നടന്നതാണ്. അതിനുശേഷമാണ് യുവമോർച്ച തലസ്ഥാനത്ത് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ട ഈ സമരം നടത്തുന്നത്. നമുക്ക് ഇന്നത്തെ ദിവസം അറിയാം. ഈ ആരോപണം വന്നതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ യുവമോർച്ച സ്ഥാനം രാജിവെച്ചിരുന്നു. MLA സ്ഥാനം രാജിവെക്കും എന്ന് കരുതിയിരുന്ന ഒരു സമയമായിരുന്നു. പക്ഷേ MLA സ്ഥാനം രാജിവെക്കേണ്ട എന്ന് പാർട്ടി തീരുമാനിക്കുകയായിരുന്നു. പകരം ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയായിരുന്നു നടപടി എന്നോണം കോൺഗ്രസ് സ്വീകരിച്ചത്. അതിൽ പ്രതിഷേധിച്ചുകൂടിയാണ് യുവമോർച്ചയുടെ ഈ പ്രതിഷേധ മാർച്ച്. പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതി കന്റോൺമെന്റ് ഹൗസിലേക്കാണ് ഈ മാർച്ച് സംഘടിപ്പിച്ചത്. കന്റോൺമെന്റ് ഹൗസിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടഞ്ഞിട്ടുണ്ട്. ഈ വലിയൊരു ഘടാഘടിയൻ കാളയൊക്കെ ഒപ്പം കൂട്ടിയത് കൊണ്ട് തന്നെ ഇവർ ഈ ബാരിക്കേഡ് ഭേദിക്കാനുള്ള ശ്രമവും നടത്തിയില്ല. കാരണം ഈ കാള എങ്ങാനും ഇനി അത് എങ്ങാനും ഓടി ആളുകളേക്ക് കുത്തി മറിച്ചാലോ എന്നൊക്കെ ഭയന്നാകണം പ്രവർത്തകർ. അത്തരത്തിലൊരു ഈ ബാരിക്കേഡ് ഭേദിക്കാനുള്ള ഒരു ശ്രമമൊന്നും നടത്തിയില്ല. പക്ഷേ അതൊരു വലിയ കാളയാണ്. അത് കാണുമ്പോൾ അറിയാം, വലിയ അത്യാവശ്യം ഒരു ഘടാഘടിയൻ കാളയാണ്. അതിന് അവർ വാടകയ്ക്കെടുത്തോ മറ്റോ ആകണമെന്ന് മനസ്സിലാക്കുന്നു. ഈ കാളയുടെ മുഖത്ത് തന്നെ, അതിൻ്റെ തലയിലോട്ട് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുഖംമൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒപ്പം വി ഡി സതീശൻ്റെയും ഒപ്പം ഷാഫി പറമ്പിലിൻ്റെ മുഖംമൂടിയാണ് ഈ രണ്ട് പ്രവർത്തകർ കൂടിയുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ഒരു പ്രതിഷേധം യുവമോർച്ച പ്രവർത്തകർ ഉയർത്തുന്നു. അവർ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാണ് യുവമോർച്ച പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. സുഹൈൽ, എന്തായാലും പ്രതിഷേധത്തിന്റെ സ്വഭാവ രൂപമൊക്കെ മാറുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പ്രതിഷേധങ്ങളൊക്കെ ഒരു സത്യരൂപത്തിലാണ് ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നത്. കോഴി ഉപയോഗിച്ചൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ കാളയെ ഉപയോഗിച്ച് യുവമോർച്ചയുടെ പ്രതിഷേധം. അലക്സ് പറഞ്ഞത് വലിയ സാഹസത്തിന് അവർ മുതിരുന്നില്ല. കാരണം കാള പ്രവർത്തകർ പോലും പറഞ്ഞാൽ കേൾക്കുമോ എന്ന ധാരണ അവർക്കില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധത്തിന്, വലിയ സാഹസത്തിന് മുതിരുന്നില്ല. ഇപ്പോൾ ഈ പ്രതിപക്ഷ നേതാവിന്റെ വസതിക്ക് മുമ്പിൽ, ഔദ്യോഗിക വസതിക്ക് മുന്നിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധമുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ സതീശന്റെ വിത്ത് കാളയെന്ന് ഉപമിച്ചാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ബാനർ എഴുതിയാണ് കാളയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചിത്രം പതിപ്പിച്ചുകൊണ്ടൊരു വേറിട്ട വ്യത്യസ്ത പ്രതിഷേധത്തിന് യുവമോർച്ച തയ്യാറായിരിക്കുന്നത്. അലക്സ് തുടരുന്നത്. അലക്സ്, പ്രതിഷേധം ഈ പറഞ്ഞതുപോലെ ഒരു ഉപമയിൽ നടത്തുന്ന പ്രതിഷേധം അത് അവസാനിപ്പിക്കുകയാണോ? സുഹൈല, പ്രതിഷേധം അത് ഉദ്ഘാടന സെഷനിലേക്ക്, അതായത് അതിന്റെ സ്വാഗതവും അധ്യക്ഷ പ്രസംഗവും ഉദ്ഘാടന സെഷനിലേക്ക് മാറുകയാണ്. യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ മനുപ്രസാദ് അടക്കമുള്ളവർ, ഒപ്പം യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി അഖിൽ അടക്കമുള്ളവർ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ ഈ മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ് നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കൾ. അതായത് ഈ പുതിയ ഭാരവാഹി പുനഃസംഘടന വന്നതിന് ശേഷം ചാർജ് ഏറ്റെടുത്ത പുതിയ ഭാരവാഹികളാണ് ഈ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതിൽ സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ള നേതാക്കളുണ്ട്. അവർ സംസ്ഥാന അധ്യക്ഷൻ മനുപ്രസാദ് തന്നെ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. ഇപ്പോൾ മാർച്ചിന്റെ ഉദ്ഘാടന സെഷനാണ് ഈ പുരോഗമിക്കുന്നത്. എന്താണെങ്കിലും ഒരു വേറിട്ട പ്രതിഷേധമാണ് യുവമോർച്ച സംഘടിപ്പിച്ചിരിക്കുന്നത്. ബാരിക്കേഡ് ഭേദിക്കാനോ അത്തരത്തിൽ പോലീസുമായി ഒക്കെയുള്ള ഒരു നേർക്കുനേർ ഫൈറ്റിനോ ഒന്നും പോകാതെ ഒരു കാളയുമായി, ഒരു വിത്ത് കാളയുമായി, ആ വിത്തുകാളയുടെ മുഖത്ത് രാഹുൽ മാങ്കൂട്ടത്തിലെ മുഖംമൂടി അണിഞ്ഞ്, ഒപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും ഷാഫി പറമ്പിലിനെയും പ്രതീകാത്മകമായി ഉപയോഗിച്ച് രണ്ട് പ്രവർത്തകർ അവരുടെ മുഖംമൂടി അണിഞ്ഞാണ് ഈ മാർച്ചുമായി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. മാർച്ചിന്റെ ഉദ്ഘാടന സെഷനാണ് ഇപ്പോൾ നടക്കുന്നത്. സുഹൈൽ, നമ്മൾ സ്ക്രീനിന്റെ മറുഭാഗത്ത് കാണുന്ന അടൂരിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിൽ തന്റെ പ്രവർത്തകരുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ്. ഒരു ഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വി ഡി സതീശിന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ വി ഡി സതീശിന്റെ വിത്തുകാളെ എന്ന ബാനറൊക്കെ എഴുതിയ ഒരു വ്യത്യസ്തമായ പ്രതിഷേധം. മറുഭാഗത്ത് കുസലുകളില്ലാതെ ഇപ്പോൾ പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സ്വതന്ത്ര MLA തന്റെ MLA ഓഫീസിൽ പ്രവർത്തകരുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്.
അലക്സ് തുടരുന്നുണ്ട്. അലക്സ്, ഈ വലിയ സാഹസത്തിന് ഇവർ മുതിരില്ല എന്ന് നമ്മൾ കരുതുന്നു. നേരത്തെ ഈ കോഴിയൊക്കെ ഉപയോഗിച്ചുള്ള പ്രതിഷേധത്തിൽ മൃഗസംരക്ഷണ വകുപ്പിൽ പരാതിക്ക് പോയതാണ്. ഇനി മറ്റൊരു പരാതിക്ക് കൂടി ഇത് വഴിയൊരുക്കുമോ? സുഹൈല, അത് ഒരുപക്ഷെ അതിനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ മൃഗസ്നേഹികളോ അല്ലെങ്കിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തകരോ ആരെങ്കിലും മൃഗസംരക്ഷണ വകുപ്പിൽ പരാതി കൊടുത്താൽ സ്വാഭാവികമായി കേസെടുക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ പാലക്കാട്ടെ പ്രതിഷേധം കണ്ടതാണ്. ഇവർ ഈ കോഴിയെ കൊണ്ട് വന്നതിനെ തുടർന്നാണ് അത്തരത്തിലൊരു പരാതി പോയിട്ടുള്ളത്. ഇതിന് കണ്ടറിയണം, ഇത്തരത്തിൽ ഇതിന് പരാതി നൽകുമോ എന്നുള്ള കാര്യമൊക്കെ കണ്ടറിയണം. എന്താണെങ്കിലും പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ മനുപ്രസാദ് സംസാരിക്കുന്നുണ്ട്. യുവമോർച്ചയുടെ പ്രധാനപ്പെട്ട ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ്. സുഹേൽ, ഇപ്പോൾ AV ജയശങ്കർ കൂടി ചേരുന്നുണ്ട്. നമ്മൾ സ്ക്രീനിന്റെ വലതുഭാഗത്ത് കാണുന്ന ദൃശ്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ വീട്ടിലെ ഓഫീസിൽ, അടൂരിലെ വീട്ടിലെ ഓഫീസിൽ ഈ പറഞ്ഞ പാർട്ടി പ്രവർത്തകരുമായി സംസാരിക്കാൻ AV ജയശങ്കർ ചേരുന്നു. ജയശങ്കർ, സസ്പെൻഷന് പിന്നാലെ വലിയ പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ കോൺഗ്രസ്കാരനല്ലാത്ത, കോൺഗ്രസ് പ്രവർത്തകനല്ലാത്ത വെറും സ്വതന്ത്ര MLA ആയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിലിരിക്കുന്നത്. വിവരങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അടൂരിലെ വീട്ടിലെ ഓഫീസിൽ തന്റെ പ്രവർത്തകരുമായി സംസാരിക്കുകയാണ്. ഈ അടുത്ത് വളരെ ചരിത്രപരമായ ഒരു തീരുമാനമായിരുന്നു കോൺഗ്രസ് എടുത്തത്. പാർട്ടി അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അതുകൊണ്ട് സ്വാഭാവികമായി പാർലമെന്ററി മീറ്റിംഗിൽ നടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു പോകും. ഇനി കക്ഷി സ്ഥാനത്ത് പോലും അവിടെ ഇരിക്കാനാകുമെന്ന ചോദ്യം കൂടി ബാക്കിയാണ്. അങ്ങനെ സ്വതന്ത്രനായി മാറിയ ഒരു പ്രബല നേതാവ് അദ്ദേഹം ഇപ്പോൾ ഓഫീസിലുണ്ട്. ആ ഓഫീസിൽ പ്രവർത്തകരുമായി സംസാരിക്കുന്നു. ഒരു വലിയ പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. മാധ്യമങ്ങളെ കാണുമോ മാധ്യമങ്ങൾ ഇന്ന് കണ്ടേക്കുമെന്ന വാർത്തകളൊക്കെ നേരത്തെ വന്നു. ഇതിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എന്തായാലും ഒരു ഭാഗത്ത് തിരുവനന്തപുരത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള യുവമോർച്ചയുടെ പ്രതിഷേധം, മറുഭാഗത്ത് കൂസലുകളില്ലാതെ സ്വതന്ത്ര MLA രാഹുൽ മാങ്കൂട്ടത്തിലും.